കാസർഗോഡ് നിന്ന് വരുന്ന ഒരു തട്ടിപ്പ് വളരെ വിചിത്രമായൊരു തട്ടിപ്പാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടാണ്. കാസർഗോഡ് ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ഗുരുതര പരാതി. എന്താ സംഭവം എന്നറിയോ? നമ്മുടെ EVM ഇല്ലേ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, തെരഞ്ഞെടുപ്പ് മെഷീൻ, ആ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്താണ് വൻ തട്ടിപ്പ് നടത്തിയത്. വഖഫ് ബോർഡ് മുൻ CEO അഡ്വക്കേറ്റ് BM ജമാലിനെതിരെയാണ് പരാതി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളെ വാഗ്ദാനവുമായി സമീപിച്ചുവെന്നാണ് കണ്ടെത്തൽ. EVM ഹാക്ക് ചെയ്ത് തിരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാക്കാം എന്നായിരുന്നു വാഗ്ദാനം. കാസർഗോഡ് ഉദുമ മണ്ഡലങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് UDF സംസ്ഥാന നേതൃത്വത്തിന് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിൽ പറയുന്നത്. അരുൺ പൂപ്പറമ്പയുടെ കൂടുതൽ വിവരങ്ങളുമായി. നോക്കൂ, 2-3 മണ്ഡലങ്ങൾ കാസർഗോഡ് ഉദുമ മണ്ഡലങ്ങളിലൊക്കെ പോയി ഈ ചങ്ങാതി പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കമ്മിറ്റി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. വഖഫ് ബോർഡിന്റെ മുൻ CEO ആയിരുന്നു അത്ര ഇദ്ദേഹം, അഡ്വക്കേറ്റ് BM ജമാൽ. എന്നിട്ടാണോ ഈ പണി കാണിച്ചത്? അരുൺ പൂപ്പറമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ പൂപ്പറമ്പ, ഇതെന്ത് തട്ടിപ്പാണ്? ഈ കെണിയിൽ ആരാണ് വീണത്? EVM വെച്ച് ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നേരത്തെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അങ്ങനെ പോയി സമീപിച്ചപ്പോൾ ആരാണ് ഈ വലയിൽ വീണത്? ആരാണ് ഈ പൈസ കൊടുത്തത്? പരാതി സ്ട്രോങ് ആണോ? അരുൺകുമാർ, ഗുരുതരമായിട്ടുള്ള ഒരു പരാതി, ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന്റെ ഒരാഴ്ച മുമ്പാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, അതോടൊപ്പം തന്നെ സംസ്ഥാന വഖഫ് ബോർഡിന്റെ മുൻ CEO കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് BM ജമാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ഉദുമ MLA ആയിട്ടുള്ള K നീലകണ്ഠന്റെ മുഖ്യ ഏജന്റ് കൂടിയായിരുന്നു, ചീഫ് ഏജന്റ് കൂടിയായിരുന്നു BM ജമാൽ. ഈ ജമാൽ 3 സ്ഥാനാർത്ഥികൾ, 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്. ഈ സമീപിച്ച് അവരോട് പറഞ്ഞത്, നിലവിൽ BJP EVM ഹാക്ക് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് സമീപിച്ചത്. അവരോട് പറഞ്ഞത് EVM മെഷീൻ BJP ഹാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് അനുകൂലമായാണ് വരിക എന്നതാണ് അവരോട് പറഞ്ഞത്. എന്നാൽ അത് മറികടന്നുകൊണ്ട് ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്കും EVM ഹാക്ക് ചെയ്യാം, അത് പ്രകാരം UDFന് അനുകൂലമായി റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സമീപിക്കുകയായിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഉദുമ, കാസർഗോഡ് മണ്ഡലങ്ങളിൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരം കൂടി, അത്തരം ഒരു കണ്ടെത്തൽ UDF തന്നെയാണ്, UDFന്റെ ജില്ലാ കമ്മിറ്റിക്ക് തന്നെയാണ് ഉള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ച ഒരു പരാതി ആദ്യമായി ഉയർന്നു വരുന്നത്. മുൻ MLAയും മുസ്ലിം ലീഗ് നേതാവുമായിട്ടുള്ള NA നെല്ലിക്കുന്നാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി ആദ്യം UDF നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തെയൊക്കെ ഇത് അറിയിച്ചു. അതിനുശേഷമാണ് ഇതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ച നടന്ന UDFന്റെ ജില്ലാ കമ്മിറ്റി യോഗം ഇത് 1.5 മണിക്കൂർ സമയമെടുത്ത് ഇത് ചർച്ച ചെയ്ത്, ഇത് ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു പരാതിയും ആരോപണവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സംസ്ഥാന നേതൃത്വം തന്നെ, UDFന്റെ സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇതിൽ അന്വേഷണം നടത്തണമെന്ന് ഇതിൽ ആവശ്യപ്പെടുകയും ചെയ്തു. അത് സംബന്ധിച്ച് ഒരു പരാതി UDF സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അതായത് EVM ഹാക്ക് ചെയ്തുകൊണ്ട് റിസൾട്ട് അനുകൂലമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണം തട്ടിയെടുക്കുകയായിരുന്നു BM ജമാലിന്റെ ലക്ഷ്യം എന്നതാണ് UDFന്റെ ജില്ലാ കമ്മിറ്റി തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് നേതാവായിട്ട് ഞാൻ സൂചിപ്പിച്ച പോലെ NA നെല്ലിക്കുന്നാണ് ആദ്യമായി പരാതി ഉയർത്തിക്കൊണ്ടുവന്നത്. എന്തായാലും ഇതിപ്പോൾ പരാതി UDFന്റെ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ഇതിൽ അന്വേഷണം നടത്തണം. ഇത് ഏതൊക്കെ തരത്തിൽ, അതായത് ഈ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇത്, നമുക്കറിയാം ശക്തമായ മത്സരം നടന്ന 3 മണ്ഡലങ്ങളാണ് ഉദുമ, കാസർഗോഡ്, മഞ്ചേശ്വരം. ഇനിയിപ്പോൾ ജില്ലയ്ക്ക് പുറത്തുള്ള മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ ഇങ്ങനെ സമീപിച്ചിട്ടുണ്ടോ, പണം കൈപ്പറ്റിയിട്ടുണ്ടോ, തട്ടിയെടുത്തിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് UDF ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ തട്ടിപ്പിന് വരുന്ന സമയത്ത് ആ തട്ടിപ്പിന് പോയി വീട് കൊടുക്കുന്ന മനുഷ്യരുടെ അവസ്ഥയും. EVM തെരഞ്ഞെടുപ്പ് മെഷീനുണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ ഞങ്ങൾ ഹാക്ക് ചെയ്ത് തരാം, പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് സമീപിക്കുകയാണ്. അതും ഇദ്ദേഹം വഖഫിന്റെ ഒരു പഴയ CEO ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആൾക്കാർ വിശ്വസിച്ച് പൈസ കൊടുക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാട്ടി വിജയിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും നിന്നു കൊടുക്കാൻ സാധ്യതയുണ്ടോ? എന്നാൽ കുറച്ച് മനുഷ്യരെ അങ്ങനെ നിന്ന് കൊടുത്തു, അവരെ തട്ടിപ്പിച്ചു പണം എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നല്ല കാര്യമുണ്ട്.
പ്രിയപ്പെട്ടവരെ, സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ്. ഞാൻ മലയാളി എന്ന ഒരു ഐഡിയിൽ നിന്ന് പറയുന്നു, എടോ അരുൺ സാറേ ഞങ്ങളെ നോക്ക് എന്ന് പാറ്റകൾ പറയുന്നു. എല്ലാ പാറ്റകളും നമ്മളെ ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ പാറ്റകൾക്കും അഭിവാദ്യങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ മുന്നണി എന്ന് പറയാൻ എന്താ മടി എന്ന് ചോദിക്കുന്നു. ആർക്ക്? ഒരു മടിയുമില്ല. ഇന്ത്യ മുന്നണി എന്ന് തന്നെ പറയും. ഇന്നലെ ശരിക്കും ഇന്ത്യ മുന്നണി ഒരുമിച്ച് നടത്തിയതാണ് ഗാന്ധി സ്മൃതിയിലേക്കുള്ള ആ പ്രതിഷേധ മാർച്ച്. അങ്ങനെ തന്നെ പറയണം അല്ലേ? എടുത്തും വലത്തും ഒക്കെ നിന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദില്ലി പ്രതിഷേധത്തെ PSC വിഷയങ്ങളുമായി ബാലൻസ് ചെയ്യാനാണ് BJP ശ്രമിക്കുന്നത്. PSC സമരാനുകൂലികളെ ആരും പാർട്ടികളെന്ന് അധിക്ഷേപിച്ചിട്ടില്ല. 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്ത വിഷയത്തെ BJP ലഘൂകരിക്കുകയാണ്. 100%. 14 കുട്ടികളാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തത്. അവരുടെ കണ്ണീരും ചോരയുമാണ് ഈ പ്രതിഷേധത്തിന് ശക്തി പകരുന്നത്. അതൊന്നും ഈ PSCയിലെ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് കാര്യമില്ല. PSCയിലെ തട്ടിപ്പും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അക്കാര്യത്തിൽ എനിക്ക് സംശയം